എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിലയിടത്ത് പെസഹ അപ്പം എന്ന് പറയും, അല്ലെങ്കിൽ പെസഹ കലത്തപ്പം എന്ന് പറയും. കലത്തപ്പം പണ്ട് കാലത്ത് ഞാനൊക്കെ കണ്ടിരുന്നത് ഇങ്ങനെ ഓട്ടുകലത്തിൽ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്നതൊക്കെ ആയിട്ടാണ്. പിന്നെ ഇന്നിപ്പോൾ വിറകടുപ്പ് വയ്ക്കാൻ പല സ്ഥലങ്ങളിലും ഇല്ലയെന്ന് തന്നെ പറയാം, പല വീടുകളിലും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൗകര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കലത്തപ്പം ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 1 കപ്പ് പച്ചരിയും 1/4 കപ്പ് ഉഴുന്നും 4 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചെടുത്തത്. പിന്നെ നമുക്ക് ഈ അപ്പത്തിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു 3-4 ചെറിയ ഉള്ളി, ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 5-6 കൊത്ത് തേങ്ങ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു മുറി തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 200 ചെറിയ ഉള്ളി കുറച്ച് കനത്തിലരിഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് അരയ്ക്കാനുള്ള വെള്ളം വേണം. അപ്പോൾ അരയ്ക്കുമ്പോൾ വെള്ളം കുറച്ച് അരയ്ക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുറച്ച് ഒഴിച്ച് ഉഴുന്ന് നല്ല കട്ടിയിൽ അരച്ചെടുത്തു. അതൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് അരി അരയ്ക്കാം. അപ്പോൾ അരിയുടെ ഒപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ജീരകം, ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ ഇതെല്ലാം ഇട്ട് അതേപോലെ തന്നെ വെള്ളം വളരെ കുറച്ചൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഉഴുന്ന് അരച്ചതും അരി അരച്ചതും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളി നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നു. അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ടിട്ട് തേങ്ങ വറുക്കാം. അപ്പോൾ തേങ്ങ വറുക്കുമ്പോൾ കൂടുതൽ വറുക്കണ്ട, ജസ്റ്റ് പകുതിക്ക് മേലെ ഒന്ന് വറുത്താൽ മതി. പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് ബാക്കി മുരിഞ്ഞോളും. അപ്പോൾ തേങ്ങ വറുത്ത് മാറ്റി ഇനി അതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അപ്പോൾ ഉള്ളി വറുക്കുമ്പോഴും കൂടുതൽ മൂപ്പിക്കണ്ട. ഈ പാകം മതി. അപ്പോൾ ഇത് മാറ്റി ഇനി നമുക്ക് ഈ വറുത്ത തേങ്ങയും വറുത്ത ഉള്ളിയും അതേപോലെ 1 ടീസ്പൂൺ ജീരകവും കൂടിയും ഇതിലേക്കിട്ട് നമ്മുടെ ഈ മാവ് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വറുത്ത ഉള്ളിയും തേങ്ങയ്ക്ക് ആ ചൂടോടെ തന്നെ ഇടാം, അതാണ് നല്ലത് കുറച്ചുകൂടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തേക്കണേ. ഇതും നമുക്ക് മൺചട്ടിയുടെ പോലെയൊക്കെ തന്നെ ഏകദേശം ആ ഒരു ഇതിൽ തന്നെ കിട്ടും. ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർ നോൺ സ്റ്റിക്ക് പാനിലായാലും ചെയ്യാം. അപ്പോൾ ഇത് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം തീ കുറച്ച് വയ്ക്കുക. ഏറ്റവും മിനിമത്തിൽ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കണ്ട. ഞാൻ 1-1.5 സെൻറ്റിമീറ്റർ കനത്തിൽ മാവ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് പയ്യെ സ്പ്രെഡ് ചെയ്യുക. കൂടുതൽ ലൂസാവരുത് മാവ്, ഈ പാകത്തിന് കിട്ടണം. അതിനുശേഷം ഒരു മിനിറ്റ് നമുക്കിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഇതിപ്പോൾ ഒരു 12 മിനിറ്റായി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ചെറിയ തീയിൽ. ഇനി നമുക്കിത് തിരിച്ചിടാം. ഇനി തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇത്
കവർ ചെയ്ത് തന്നെ വേവിക്കാം. ഇനി ഇതൊരു 8 മിനിറ്റ് കൂടി എടുക്കും. ഈ വലിപ്പത്തിലുള്ള 2 കലത്തപ്പം നമുക്ക് ഈ റെസിപ്പി കൊണ്ട് ഉണ്ടാക്കാം. ഇതിപ്പോൾ 8 മിനിറ്റായി. ഇപ്പം മൊത്തം 20 മിനിറ്റായി നമ്മളിത് കുക്ക് ചെയ്യണത്. ഇപ്പോൾ അതേ അടിഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഈ അടച്ച് വെച്ചത് കൊണ്ട് ഇതിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആവി ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിക്കാം നമുക്ക്. അപ്പോൾ ആ എഡ്ജൊക്കെ ഒന്ന് ക്രിസ്പി ആവാൻ. ഇതിപ്പോൾ എഡ്ജൊക്കെ ക്രിസ്പിയായി. ഇനി ഇത് നമുക്ക് എടുക്കാം. നല്ല പെർഫെക്റ്റായ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ സാധാരണ കുരുത്തോല വെച്ച് ക്രോസൊക്കെ വെച്ച് ചൂട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ആയതുകൊണ്ട് അത് വെച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഉള്ളിയും തേങ്ങയൊക്കെ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും കുറച്ചൊക്കെ ഇടാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. നല്ല ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.